ഇവനൊക്കെ മാസം 10-18 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ മാസം കിട്ടുന്ന ഈ ഒരു 18-20 ലക്ഷം രൂപയും അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ വീടാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഗേസ്. അപ്പം എൻ്റെ വീട്, അപ്പോൾ എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട്. എൻ്റെ മുറി കാണിച്ചു തരാം, വാ. ഇതാണ് ഇപ്പോഴത്തെ വീട്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എനിക്കിത് അത്യാവശ്യം ക്യൂട്ടായിരിക്കും. ചെറിയ വീടാണെങ്കിൽ ഇത് ക്യൂട്ടായിട്ട് കൊണ്ടു നടക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. കാര്യം ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാതെന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ പറയും പാവം കള്ളം ബ്രോ എന്നൊക്കെ പറയും. സിമ്പതി 2 ദിവസം സിമ്പതി ആയിരിക്കും. 3-ാമത്തെ ദിവസം പറയും ബ്രോ നീ അതൊക്കെ റെഡിയാക്കുമെന്ന് പറയും. സോ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ഇതൊക്കെ അത്യാവശ്യം റെഡിയാക്കിയിട്ട് ഉള്ളിൽ നിന്നും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് സെക്കൻഡ് പാർട്ട് എവിടെ. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ചേട്ടാ എന്ന് വിളിച്ചവരൊക്കെ സ്വരമൊക്കെ മാറ്റി വിളിക്കാൻ തുടങ്ങി. എവിടെയാണ് വീഡിയോ സെക്കൻഡ് പാർട്ട് എവിടെയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വീടിൻ്റെ ഏകദേശ പരിപാടി എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച ഒരു ക്ലിപ്പ് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടു കാണും. ഒരു ഇൻട്രോ ആണ്. നിങ്ങൾ ഈ കണ്ട 1.5 മിനിറ്റ് ഇൻട്രോ എൻ്റെ ഏകദേശം കുറേ നാളത്തെ സ്വപ്നമാണ്. അതുപോലെ തന്നെ ഏകദേശം 3-4 മാസത്തെ നമ്മുടെ ഒരുപാട് പേരുടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ ഈ പടം വരയ്ക്കാൻ വന്ന അവരും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു വീട് ഇങ്ങനെ ആക്കി എടുത്തത്. 1-2 നെഗറ്റീവ് കമൻസൊക്കെ ഇങ്ങൊക്കെ അംഗൻവാടി LP സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ അംഗൻവാടിയും LP സ്കൂളൊക്കെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹവും അതുപോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ പാർട്ട് 2 ആണിത്. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗേസ്, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ അവസാനത്തെ ഒരു ഫൈനൽ ഔട്ട്. നമ്മുടെ ഇവിടെ ഷെഡ്, ഇത് ഏകദേശം നമ്മുടെ ഒരു കാർ പോർച്ചാണ്. കാർ പോർച്ചിൽ ഒരു കിടിലം ഒരു ജീപ്പിൻ്റെ പടവും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല മഴക്കോളുള്ളതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഡൗൺ ആയിരിക്കും. എന്നാലും ഞാൻ ഇനി ലാഗായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും വീഡിയോ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ നേരത്തെ ഇടുവാണ്. അപ്പോൾ ഇതൊരു ഗ്യാരേജ് പോലെയൊക്കെ സെറ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി. അപ്പം ഇവിടെ ആയിട്ട് ഒരു കേസ് ഗ്യാരേജ് എന്ന് പറയുന്ന ഒരു ഗ്യാരേജ്, ആ ഒരു സെറ്റപ്പിലാണ് എൻ്റെ ബാക്കി പരിപാടിയൊക്കെ. അതൊക്കെ ഇനി വരുന്നുണ്ട്. ഈ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആർട്ടിസ്റ്റ് കുറേ സമയം എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പടം എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു വലിയൊരു പോർഷൻ ഈ ഒരു സൈഡ് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ആയിട്ട് 1-2 ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചെടികൾ ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ചെറിയൊരു വള്ളി പോകുന്ന പോലത്തെ ഒരു ചെറിയ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നേച്ചർപരമായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അവരെടുത്ത് പറഞ്ഞത് അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു സംഭവമായിരുന്നു. അതിനെ അവർ ചുടുകട്ടയൊക്കെ പുറത്ത് വരുന്ന രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും അതുപോലെ ഒരു സാധനമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജനാലയുടെ സൈഡ് ഒരു രക്ഷയില്ലാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം മിനിമലായിട്ടുള്ള രീതിക്ക് ഇനി ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെക്കണം. കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഈ ഒരു വീടിൻ്റെ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഗേസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏകദേശം ഒരു ഫുൾ ലുക്ക് വരുന്നത്. അത്യാവശ്യം ഫുള്ള് ഒരു ഗ്രീനറി നിറഞ്ഞൊരു സംഭവം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. കാര്യം നമ്മുടെ ഈ ഒരു ചുറ്റുപാടൊക്കെ സൈഡ് കാണിച്ചു കൊടുത്തേടാ. നമ്മുടെ ഏകദേശം ചുറ്റുപാടും ഫുള്ള് ഒരു ഏകദേശം പച്ചപ്പ് ആ ഒരു സംഭവം ആവുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് ചെയ്തത്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നതാണ് ബ്രോ ഈ ഓട് എന്തെങ്കിലും ചെയ്യോ, ഓട് മാറ്റി ഷീറ്റാക്കുന്നതൊക്കെ. ഈ ഒരു ലുക്കിന് ഞാൻ ഏറ്റവും കണ്ടത് ഈ ഒരു പഴമ നിറഞ്ഞൊരു ഓട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ടെക്നിക്കലി ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാര്യം കഴുക്കോലും കാര്യങ്ങളൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മണ്ടേ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഓട് പോലും മാറ്റാൻ പറ്റൂല. പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന് ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ അതിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോകാം. ഗേസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുന്ന ഭാഗം. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കതവ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഈ കളറിൻ്റെ പേരെന്താ ഗേസ്, ഇവിടെ ഒരു വയലറ്റ്, അതുപോലെ തന്നെ വയലറ്റ് തീമിലാണ് സാധനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം പോലത്തെ ഒരു ലുക്ക് കൊണ്ടുവരാനാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു
ഒരു എഫക്റ്റ് പോലൊരു സാധനവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിക്കാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഷെൽഫൊക്കെ ഫുള്ള് വൈറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ 1-2 സാധനങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ ഇത് ഉമ്മാടെയൊക്കെ റൂമാണ്. ഇവിടെ അത്യാവശ്യം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വൈറ്റ് അടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയാണ് ഈ ഒരു ഇടനാഴി അത്യാവശ്യം കിടിലമാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു കിടിലം പെയിന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആണെങ്കിലും നമ്മളൊരു സ്ട്രിപ്പ് പോലത്തെ ഒരു സാധനം ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അനിയൻ്റെ റൂമിൽ, എൻ്റെ റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് അനിയൻ്റെ റൂമിലോട്ട് പോകാം. ഗീസ് ഇതാണ് അനിയൻ്റെ റൂം. ഗീസ് അനിയൻ ഭയങ്കര കർഷകനാണ് കേട്ടോ. അനിയൻ ഇവിടെ ലൈറ്റ് എത്തുന്നില്ലേ? അനിയൻ്റെ റൂമൊക്കെ ഫുള്ള് കുളമായിട്ട് കിടന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ അച്ഛനും പയ്യന്മാരും എല്ലാവരും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു കിടിലൊരു ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വിച്ചിട്ടൊക്കെ അത്യാവശ്യം രീതിക്ക് ഒരു കിടിലം ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാനൊക്കെ ഫുള്ള് സീനായിരുന്നു. ഇപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഫുള്ള് ഒരു ചിത്രമാണ്. ഇത് അത്യാവശ്യം അവർ കുറേ 2-3 ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു അവരുടേത്. അവർ അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ചെറിയ അടുക്കളയിൽ നമ്മൾ ഫുള്ള് ഒരു ഗ്രേ അടിച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ എപ്പോഴും പുക അടുപ്പാവുകൊണ്ട് തന്നെ പുക അടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു ഗ്രേ കണക്കത്തെ കളറാണ്, ഒരു ബ്ലാക്കും ഒരു ഗ്രേ ചേർന്നൊരു കളറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവിടെ ഫുള്ള് എന്തായാലും കരി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇറങ്ങുന്ന സ്ഥലത്ത് വൈറ്റ് തന്നെയാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ, അതായത് എൻ്റെ റൂമിലോട്ട് പോവുക. എൻ്റെ റൂം നിങ്ങളുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടാണ് എങ്ങനെയാണ് ഇരുന്നതെന്നൊക്കെ. ഗേസ് അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ റൂമിലോട്ട് പോവാം. എൻ്റെ റൂം എങ്ങനെയാണ് കിടന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കയറുക ഗേസ്. ഇപ്പം ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. കയറി ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തിടാം. ഗേസ് ഒരു അത്യാവശ്യം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൈറ്റ് ഇട്ട് നോക്കാം. ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂമിലെ വെട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗേസ് ഇതാണ് എൻ്റെ റൂം. അവസാനം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം യെസ് ഇതാണ് എൻ്റെ റൂം. ഫൈനലി ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ചെറിയ വീട്ടിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു പുതിയ വീട് വെക്കുന്നതിനേക്കാളും എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു വീടിനകത്ത് ഇവിടെ ഇരിക്കുമ്പോൾ. എൻ്റെ കൂട്ടുകാരായിക്കോട്ടെ, ഇപ്പോൾ നാട്ടുകാരൊക്കെ വീട് നോക്കാനൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ടായ എൻ്റെ വീടിനടുത്തുള്ളൊരു മാമൻ വന്നിങ്ങനെ നോക്കിയിട്ട് എന്നിട്ട് ആ പൈസയൊക്കെ ചിലവാക്കി ഇത് ചെയ്യുന്ന പുതിയ വീട് വെച്ചുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ നാട്ടുകാരെടുത്ത് എന്നെ അറിയാമെന്നുള്ളടുത്ത് ഞാൻ പറയുകയാണ്, അത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലല്ല, ആ ഒരു സെറ്റപ്പിലല്ല ഞാൻ. അതുകൊണ്ട് ഉള്ളത് ഞാൻ മിനുക്കി എടുത്ത് എൻ്റെ രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ചവരാണെങ്കിൽ ഇനി അത് ചോദിക്കരുത്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ സ്വർഗം. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ ഈ വീട്ടിൽ മുമ്പ് വന്നിട്ട് ഇപ്പോൾ വരുന്ന എല്ലാവർക്കും ഈ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാനും ഭയങ്കര സന്തോഷമാണ്, എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ കിടന്ന റൂം നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂട്ടുകാർ, അതുപോലെ നാട്ടുകാർ, എല്ലായിടത്തും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തു തന്ന നമ്മുടെ പയ്യന്മാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേസ് ഞാൻ ഇവിടെ നിന്ന് നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഔട്ടർ എടുക്കാം കേസ്. അപ്പോൾ എന്തായാലും മഴ പെയ്തു തുടങ്ങി. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഔട്ടർ എടുക്കുകയാണ് കേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ചുള്ളതായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ കേസ്. ലവ് യു. ടാറ്റാ.